ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശിശിരേ കുർവദേ ശാന്തൈഃ കടാക്ഷൈ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവിൻ്റെ ത്യാഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഒരു സത്യാന്വേഷിക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ത്യാഗമാണ്. അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്വമാണ്. ത്യാഗം കൊണ്ട് നമുക്ക് ആ അമൃതത്വത്തെ, പരമപദത്തെ പ്രാപിക്കുവാൻ സാധിക്കും. അതായിരിക്കണം നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിൻ്റെ ആദ്യ ഭാഗമെന്നുള്ള നിലയ്ക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ ത്യാഗം ശീലിക്കണം. വിട്ടുകൊടുക്കൽ ഒരു മനോഭാവം. അങ്ങനെ എത്രയോ ആളുകൾ ആ രീതിയിൽ ത്യാഗം സഹിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു നടന്ന സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു ത്യാഗത്തിൻ്റെ വലിയൊരു തലമാണ്. അതായത് വലിയൊരു ബിസിനസ്സുകാരനാണ്. ആൾക്ക് എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ട്, വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ തൻ്റെ പത്നിക്ക് തൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന, തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള അടുപ്പം കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം അത് മനസ്സിലാക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. സ്വാഭാവികമായി നമ്മൾ ഇന്ന് ഒരുപാട് സംഘർഷങ്ങൾ, കൊലപാതകങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇത് കുറേ പഴയ കാര്യമാണ്. അങ്ങനെ ഈ ഒരു വിഷയം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം ചെയ്തത് വലിയൊരു ത്യാഗമാണ്. വലിയൊരു ഫംഗ്ഷൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചുകൂട്ടി, ഒരു വിരുന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ തലത്തിലുള്ള ആളുകളും നാട്ടിലുള്ളവരും എല്ലാവരും ചേർത്ത് ഒരു വലിയൊരു ഫംഗ്ഷൻ വിളിച്ചുകൂട്ടി. സ്വാഭാവികമായും ഓരോരോ ഭക്ഷണം കഴിക്കലും മറ്റുള്ള ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുകയായിരുന്നു, ഞാൻ ഇന്ന് ഈ വിരുന്ന് ഇവിടെ വിളിച്ചു കൂട്ടിയത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെല്ലാവരുമായിട്ട് പങ്കിടുവാൻ വേണ്ടിയാണ്. അപ്പം എല്ലാവരും ശ്രദ്ധയോടുകൂടി, ആശ്ചര്യത്തോടുകൂടി കേൾക്കുകയായിരുന്നു, ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇവിടെയുണ്ട്. എൻ്റെ പത്നി, അവർക്ക് തമ്മിൽ വലിയ ഇഷ്ടമാണ്. അവർക്ക് തമ്മിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഈ വേദിയിൽ അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും വേദിയിലേക്ക് വിളിച്ച് അവരെ സന്തോഷമായി ജീവിക്കുവാനായിട്ട് വിട്ടയക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു ത്യാഗമാണ്. അവിടെ സംഘർഷങ്ങൾക്ക് സ്ഥാനമില്ല. അദ്ദേഹം വളരെ കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. മറ്റു വ്യക്തിയുടെ ഒരു മാനസികമായിട്ടുള്ള തലം അദ്ദേഹം മനസ്സിലാക്കി. അവർ രണ്ടുപേരുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കി. കാരണം സ്നേഹമെന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാവുന്ന ഒന്നല്ല, പണം കൊണ്ട് സമ്പാദിക്കാവുന്ന ഒന്നല്ല.
അപ്പോൾ ആരോടാണ് അവർക്ക് സ്നേഹമുള്ളത്, പ്രണയമുള്ളത്? അവരൊന്നിച്ച് ജീവിക്കണം, അതാണ് ശരി. അങ്ങനെ അറിവിൽ നിന്നുണ്ടായ ഒരു ത്യാഗം, അത് മറ്റുള്ളവർക്ക് വലിയൊരു പാഠമായിരുന്നു. ഇങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം? അവിടെ സന്നിഹിതരായിരുന്ന ആളുകളുടെ മാനസികാവസ്ഥ. അപ്പോൾ നമ്മൾക്ക് സംഘർഷങ്ങളില്ലാതെ, നമ്മൾക്ക് ശരിയായ ഒരു തലത്തിലൂടെ, മനസ്സിലാക്കലിലൂടെ ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള അറിവ് ആവശ്യമാണ്. അതായത് ഒരു അച്ഛനും അമ്മയും തൻ്റെ മക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് മക്കളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഇവർ പഠിച്ചിരിക്കണം. അവരുടെ തലത്തിൽ നമ്മൾ ചിന്തിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ മക്കളും പ്രാപ്തിയാകുന്ന സമയമൊക്കെ ആകുമ്പോൾ, വിവേകം പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് മാതാപിതാക്കളുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം എന്നുകൂടി മനസ്സിലാക്കി വേണം മുന്നോട്ടു പോകാൻ. അങ്ങനെ വരുമ്പോൾ അവിടെ അന്തസ്സംഘർഷം ഉണ്ടാവില്ല. ഇതില്ലാത്തത് കൊണ്ടാണ് അന്തസ്സംഘർഷം ഉണ്ടാകുന്നത്. ഇത് സംഭവിക്കണമെങ്കിൽ ത്യാഗമനോഭാവം വേണം. അവിടെ ക്ഷമയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനമാണ്. അപ്പൊ അത്രയ്ക്ക് ഒരു ഉൾക്കാഴ്ചയോടുകൂടി, സമചിത്തയോടുകൂടി ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇന്ന് മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുമ്പോൾ ആ കുട്ടികൾ വേറൊരാളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ അന്തസ്സംഘർഷം ഉണ്ടാകുകയാണ്. അവിടെ ത്യാഗമില്ല. നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ ത്യാഗം ചെയ്തു, അല്ലെങ്കിൽ ചെയ്യുന്നു, ഞാൻ ജോലി എടുക്കുന്നു, പണം സമ്പാദിക്കുന്നു, ഇതൊക്കെ അവർക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അത് ഭാഗികമായി ശരിയാണ്. പക്ഷേ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണോ നമ്മൾ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ മക്കൾ എന്നുള്ള ബോധം അമിതമായിട്ടുള്ള, സ്വാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ട് മറയ്ക്കപ്പെടുകയാണ്. അന്ധമായിട്ടുള്ള സ്നേഹം, അന്ധമായിട്ടുള്ള വിശ്വാസം നമ്മുടെ വിവേകത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിവേകത്തോടു കൂടിയുള്ള സ്നേഹവും വിവേകത്തോടു കൂടിയുള്ള ക്ഷമയും വിവേകത്തോടു കൂടിയുള്ള ത്യാഗവും അത് ഏറ്റവും ഉയർന്ന തലത്തിലാണ്. അതുകൊണ്ട് ത്യാഗത്തിന്റെ വിവിധ ഭാവങ്ങളിലൂടെ, വിവിധ തലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ്, ആഴത്തിലേക്ക് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മനോഹാരിതയും അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു താളലയത്തെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ത്യാഗത്തെയും വിവേകത്തെയും ക്ഷമയെയും ഒക്കെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലോ, നമ്മുടെ സ്കൂളുകളിലോ, നമ്മുടെ കലാലയങ്ങളിലോ ഒക്കെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ശാന്തവും സമത്വസുന്ദരവുമായ ഒരു കുടുംബവും ലോകവും സമൂഹവും ഒക്കെയാണ്. പക്ഷെ അടിസ്ഥാനപരമായി ഈ ഒരു തലത്തിലേക്ക് അവനെ എത്തിക്കുവാൻ ഈ മൂല്യങ്ങൾ ആവശ്യമാണ് എന്ന് നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് അറിയാതെ പോയി. അതിന്റെ പ്രാധാന്യം അവർക്ക് അറിയാതെ പോയി. ഗുരുവിനെ പോലെയുള്ള മഹാത്മാക്കളാണ് ആ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് നമ്മളോട് ഉപദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഗുരുവിന്റെ സോദരത്വേന വാഴുന്ന ഒരു ലോകം എന്ന് പറയുമ്പോൾ, ഒരു മാതൃകാ ലോകം എന്ന് പറയുമ്പോൾ
ഈ ത്യാഗത്തിൽ അടിയുറച്ച ത്യാഗമാണ് അതിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത്, മൂലക്കല്ലെന്ന് പറയുന്നത്. അതിനെ വളർത്തിയെടുക്കുവാൻ നമ്മൾക്ക് സാധിക്കാതെ പോയി. തീർച്ചയായും അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അടിത്തറ, മൂലക്കല്ലായിട്ട് നമുക്ക് മാറ്റാൻ പറ്റണം. അങ്ങനെ കൂടുതൽ തെളിച്ചമുള്ളവരായി, ഗുരുവിലേക്ക് അടുക്കുവാൻ പ്രാപ്തിയുള്ളവരായി, ഗുരുവിൻ്റെ വാണികളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായി നമുക്ക് മാറാൻ പറ്റണം. അതുകൊണ്ടാണ് ത്യാഗത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതും. നമ്മുടെ സത്യാന്വേഷിക്ക് മാത്രമല്ല ഈ ത്യാഗം വേണ്ടുന്നത്. ആർക്കൊക്കെയാണോ ആ പരമാനന്ദം ലഭിക്കേണ്ടത് അവരെല്ലാം ത്യാഗം അനുഷ്ഠിച്ചാൽ മാത്രമേ നഷ്ടപ്പെടാത്ത ആ ആനന്ദം, സുഖം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. പിന്നെയോ ബിഭേദി യസ്മാന കിഞ്ചിദപി ജീവിത ജീവി ഗതസ്മയാത് യഥേരപി ഭയം തസ്യ ന കസ്മാദപി ജീവിന. കശ്ചിത് ജീവി അപി, ഒരു ജീവിയും വിഗതസ്മാത് യസ്മാത്, ഗർവമറ്റ യാതൊരാളിൽ നിന്ന്, ന ബിഭേദി, ഭയപ്പെടുന്നില്ല, തസ്യ യഥേ അപി, ആ യതിക്കും, കസ്മാദപി ജീവന, ഒരു ജീവിയിൽ നിന്നും ഭയം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇവിടെ സാധാരണ ജനങ്ങൾ ജീവികളിലുള്ള ഗർവത്തെ ഭയപ്പെടുന്നില്ല. അതുപോലെ തന്നെ സന്യാസിയും ഒന്നിൽ നിന്നും ഭയം ഉണ്ടാകുന്നില്ലെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഗർവം, അഹങ്കാരത്തിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്. ഈ ജീവികളില് പലതിൽ നിന്നും നമുക്ക് ഭയമുണ്ടാകുന്നതിന്റെ പ്രധാന ഒരു കാര്യം സൂചിപ്പിക്കുന്ന, ഭയം എപ്പോഴും നമ്മളെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ്. ഇപ്പൊ ജീവി വർഗങ്ങളിൽ ഗർവ്, അഹങ്കാരം ഉണ്ടാകുമ്പോൾ അവൻ മറ്റുള്ളവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കും. പക്ഷേ ജന്തുക്കളില് ഉണ്ടാകുന്ന ആ ഗർവത്തെ ആരും ഭയപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഒന്നിലും ഭയപ്പെടേണ്ട ആവശ്യം ഈ സത്യാന്വേഷിക്ക് ഇല്ല എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ്? ഈ തൻ്റെ ഉള്ളിൽ മുൻപ് സൂചിപ്പിച്ച പോലെ വേദാന്ത വിചാരം, മനനം ശരിയായ രീതിയിൽ നടക്കുമ്പോൾ തന്നിലുണ്ടാകുന്ന ആന്തരികമായിട്ടുള്ള പരിവർത്തനമുണ്ട്. അത് തൻ്റെ അഹങ്കാരത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രക്രിയ. അങ്ങനെ തൻ്റെ ഉള്ളിൽ അഹങ്കാരം ഇല്ലാതിരിക്കുമ്പോൾ മറ്റുള്ളവരിൽ, നമ്മൾ ആരുമായിട്ടാണോ ബന്ധപ്പെടുന്നത്, അവിടെ അഹങ്കാരം, ഗർവ് ഉണ്ടെങ്കിലും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് പ്രവർത്തനം ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് തന്നിലും ആ വികാരം, അഹങ്കാരം, ഈഗോ ഒക്കെ ഉണ്ടെങ്കിലോ പരസ്പരം ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെയല്ല. ഈ സത്യാന്വേഷി ഈ രീതിയിൽ മനനം കൊണ്ട് തന്നെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ബാഹ്യമായിട്ടുണ്ടാകുന്ന ഗർവുകൾ ഇയാളിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അവിടെ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെയോ
മരണം ജീവിതം വാപി നാഭി നന്ദദ്യതി ക്വചിത് ആജ്ഞാമിവ പ്രഭോർഭൃത്യഃ കാലം തു പ്രതിപാലയേത്. യതി ഈ സത്യാന്വേഷി ക്വചിത് ഒരിക്കലും മരണം ജീവിതം വാപി മരണത്തെയോ ജീവിതത്തെയോ ന അഭിനന്ദയത് അഭിനന്ദിക്കുന്നില്ല, അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ട ആവശ്യമില്ല. ഭൃത്യഃ ഭൃത്യൻ പ്രഭോ യജമാനന്റെ ആജ്ഞാമിവ ആജ്ഞയെപ്പോലെ കാലം തു പ്രതിപാലയത് കാലത്തെ കാത്തിരിക്കും. ഇവിടെ ഈ സത്യാന്വേഷി ഒരിക്കലും മരണത്തെയും ജീവിതത്തെയും പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പുകഴ്ത്തേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അതിങ്ങനെ വരുന്നു പോകുന്നു, പ്രത്യേകിച്ച് അതിനെ അഭിനന്ദിക്കേണ്ടതായിട്ടോ അതിനെ പുകഴ്ത്തേണ്ടതായിട്ടോ ഇകഴ്ത്തേണ്ടതായിട്ടോ ഒന്നുമില്ല. ജനനം മരണം ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അത് എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോൾ മരിക്കും എന്ന്, ഈ ശരീരം എപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്ന് അന്വേഷിക്കേണ്ട, അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. കാരണം ഒരു ഭൃത്യൻ തന്റെ യജമാനന്റെ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ, യജമാനൻ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടാണ് ഭൃത്യന് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടെൻഷനൊന്നുമില്ല. യജമാനൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കും, അത് ചെയ്താൽ മതി. ആ ഒരു മാനസികാവസ്ഥ ആയിരിക്കണം ഒരു സത്യാന്വേഷിക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറയുന്നു. കാരണം കാലാകാലങ്ങളിൽ എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിച്ചിരിക്കും. തന്റെ അഹങ്കാരം കൊണ്ട് തന്റെ ഭാവം കൊണ്ട് അതിങ്ങനെയാണ് അങ്ങനെയാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് ഒരുപക്ഷെ നമ്മളുടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ സാധനയ്ക്കോ മറ്റ് ചിന്താഗതികൾക്കോ ഒക്കെ അത് മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് ഗുരു അങ്ങനെ ഒരു സൂചന നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു പിണ്ടനന്ദിയിലൊക്കെ ഗുരു പറയുന്നുണ്ട്, കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയനൊക്കെയും അങ്ങ് ശംഭോ. അപ്പൊ ഇവിടെ ഈ കൽപ്പിച്ച പോലെ ആണ് സംഭവിക്കുന്നത് എന്നുള്ള അവബോധത്തോടു കൂടി നമ്മൾ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പിന്റെ, ഒരു കണക്കുകൂട്ടലിന്റെ ആവശ്യമില്ല എന്ന് ഉള്ള സൂചനയാണ് ഇവിടെ നൽകുന്നത്. പിന്നെയോ സന്യാസി ത്യാഗശീല സ്യാദിതി സത്യം തഥാപ്യം ജ്ഞാനാർജനം ശമാദീംശ്ച ശൗചാചാരോ ന സന്ധ്യജേത്. സന്യാസി ത്യാഗശീല, അവൻ ത്യാഗം അനുഷ്ഠിക്കണം. സ്യാദ്, അങ്ങനെ ആ ത്യാഗശീലമുള്ളവനായിട്ട് ഭവിക്കണം. ഇത് സത്യം, ഇത് സത്യമാണ്. തഥാപി, അപ്രകാരമാണെങ്കിലും അയം, ഇവർ ജ്ഞാനാർജനം, ജ്ഞാനസമ്പാദനത്തെയും ശമാദികളെയും ശൗചാചാരോ ശൗചാചാരങ്ങളെയും ന സന്ധ്യജേത്, ഉപേക്ഷിക്കരുത്. അപ്പോ സന്യാസി ത്യാഗിയായിരിക്കണം. അപ്പൊ എല്ലാം ഉപേക്ഷിച്ച ഒരാളെന്ന് പറയുമ്പോൾ വിചാരിക്കും അവര് ഈ ജ്ഞാനം സമ്പാദിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ ശമദമാദികളെ ആചരിക്കേണ്ട ആവശ്യമില്ല, അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ശുചിത്വം, പഞ്ചശുദ്ധി ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ അതിനെ നമ്മൾ ത്യജിക്കരുത്. ഇപ്പൊ ത്യാഗം എന്ന് പറയുമ്പോൾ അങ്ങനെ ചില അതിബുദ്ധിമാന്മാര് വിചാരിക്കും, ഇതെല്ലാം ത്യജിച്ചാൽ മതിയല്ലോ, പിന്നെന്തിനാ? അങ്ങനെയല്ല. ഏതൊരു കാര്യമാണോ നമ്മളെ കൂടുതൽ സങ്കീർണമാക്കുന്നത്, നമ്മളെ അറ്റാച്ച്മെന്റിലേക്ക് കൂടുതൽ വരുന്നത്, അതിനെയാണ് നമ്മൾ ത്യജിക്കുന്നത്. നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നാണ് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്. ആ അറ്റാച്ച്മെന്റ് നമുക്ക് പിന്നീട് ദുഃഖങ്ങളെയാണ് തരുന്നത്. അതുകൊണ്ട് വിവേകം ഉപയോഗിച്ചാണ് നമ്മൾ അവിടെ ഇതിനെ
ത്യജിക്കുന്നത്. അതുകൊണ്ടാണ് മുൻപ് നമ്മൾ സൂചിപ്പിച്ചു, വിവേകത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അറിവിന് വിവേചിച്ചറിയുകയാണ്. ആ അറിവിന്റെ അഭാവമാണ് പലപ്പോഴും നമ്മളെ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് എടുത്തത് പറയാണ്, ഇവർ ഒരു കാരണവശാലും ജ്ഞാന സമ്പാദനത്തെ ഉപേക്ഷിക്കരുത്. ജ്ഞാനം നിരന്തരം ഗുരുസവിധത്തിൽ നിന്ന് അത് ചോദിച്ച് വാങ്ങിക്കൊണ്ടേയിരിക്കണം. നമുക്ക് സംശയങ്ങളുണ്ടാവും, നമ്മൾ പുതുതായിട്ട് വായിക്കണം, പഠിക്കണം, ചിന്തിക്കണം. അങ്ങനെ നമ്മുടെ ജ്ഞാനസമ്പാദനത്തെ ഒരിക്കലും ഒരു നിമിഷം പോലും ഇല്ലാതാക്കരുത്. ശമാധി ഷഡ്ക സമ്പത്തി, അല്ലെ, ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം, ഇതൊക്കെ നമ്മൾ ആത്മോപദേശ ശതകത്തിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഒക്കെ ഉണ്ടാകേണ്ട കൺട്രോൾ, ചിലത് ചെയ്യാൻ പാടില്ല, ചിലത് ചെയ്യണം. അതുപോലെ തിദിക്ഷ, ശ്രദ്ധ, സമാധാനം, ഇങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങൾ ഒരാളുടെ, പ്രത്യേകിച്ച് സത്യാന്വേഷണ മാർഗത്തിൽ പോകുന്നവർ അതിന് ഉപേക്ഷ വിചാരിക്കരുത്, അതിനെ നമ്മൾ ത്യജിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ പ്രകാശമുള്ളതാക്കി തീർക്കുന്നതാണ്, നമ്മുടെ ജീവനാഡിയാണ്. അതുപോലെ തന്നെ ശൗചം, അല്ലെ, ശുചിത്വം, പഞ്ചശുദ്ധി. അപ്പോ പലപ്പോഴും അവധൂതന്മാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ സന്യാസിമാരൊക്കെ ഈ ശുചിത്വ വിഷയങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം ഇവരെ മറ്റു പലരും മാതൃകയാക്കാറുണ്ട്. എപ്പോഴും ഈ നല്ല നല്ല ആളുകളെ, നമ്മൾ സമൂഹത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നവരെയൊക്കെ പലരും അനുകരിക്കാറുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ വക കാര്യങ്ങൾ നമ്മൾ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഈ വക കാര്യങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കാൻ വേണ്ടി നമ്മൾ അത് അനുഷ്ഠിക്കണമെന്ന് പറയുന്നത്. ഭഗവാന്റെ കാര്യത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ശ്രീനാരായണ ഗുരുദേവൻ അവധൂതനായി നടന്ന കാലത്ത് കണ്ട സ്ഥലത്ത് കിടക്കുകയും കിട്ടുന്നത് ഭക്ഷിക്കുകയും അങ്ങനെ വലിയ ശ്രദ്ധയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഗുരുദേവൻ മറ്റുള്ളവർ, അരിയുപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം മറ്റുള്ളവരുടെ മുൻപിൽ താൻ ഒരു മാതൃകാ പുരുഷനാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ താൻ ശ്രദ്ധിക്കപ്പെടുന്നവനാണ് എന്ന് വന്നതിന് ശേഷം ഗുരു വളരെ കൃത്യമായിട്ട് വസ്ത്രങ്ങൾ കഴുകുന്ന കാര്യത്തിലായാലും അത് ഉപയോഗിക്കുന്ന രീതിയായാലും മറ്റ് എല്ലാ ശുചിത്വവും, എല്ലാ മേഖലകളിലും ശുചിത്വത്തിന് വളരെയധികം നിഷ്കർഷ ഉണ്ടായിരുന്നു. കാരണം ഗുരുവിനെ അനുകരിക്കുന്ന ഒരുപാട് ആളുകൾ, നമ്മളൊക്കെ അങ്ങനെ ഗുരുവിനെ മാതൃകയാക്കുന്നവരാണ്. അപ്പൊ നമ്മൾക്ക് ഇന്ന ബുദ്ധിഭേദം ജനേത് അജ്ഞാനം കർമ്മസംഗീനം എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. ഈ മാതൃകാ പുരുഷന്മാർ ഈ കർമ്മത്തില് അന്ധരായി ആണ്ടുകിടക്കുന്നവരുടെ ഇടയ്ക്ക് ബുദ്ധിഭേദം, കൺഫ്യൂഷൻ ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത്. അജ്ഞാനം കൊണ്ട് കർമ്മത്തിൽ ആണ്ടുകിടക്കുന്ന ജനങ്ങളുടെ ഇടയ്ക്ക് ജ്ഞാനികളായിട്ടുള്ളവരുടെ പ്രവർത്തനം കൊണ്ട് അവർ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോ പറയും, ഗുരു നിന്ന് മുള്ളിയാല് ശിഷ്യന്മാർ കറങ്ങി മുള്ളുവെന്ന്. അതൊരു ലോക്കലായിട്ടുള്ള ഒരു പ്രയോഗമാണ്, ഒരു പ്രോവർബാണ്. എന്തുകൊണ്ടാണ്? ഇപ്പൊ തന്നെ ആളുകൾ പറയുന്നുണ്ട്, ഇന്ന് ഗുരു ജീവിച്ചിരുന്നെങ്കിൽ മദ്യം ഉണ്ടാക്കരുതെന്ന് പറയില്ലായിരുന്നു എന്ന് പറയുന്ന പമ്പര വിഡ്ഢികളാണോ അവർ, അതോ ഇത്രയും അഹങ്കാരികളാണോ, തമോ ഗുണികളാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജാതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തന്നെയാ പറയുന്നത്. ഗുരു എന്താണ്, ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവരാണ്. നമ്മുടെ അല്പബുദ്ധി കൊണ്ട്, നമ്മുടെ വിവരമില്ലായ്മ കൊണ്ട് ഇതൊക്കെ പരസ്യമായിട്ട് പറയുക എന്ന് പറയുന്നത് വളരെ മോശമാണ്, ഗുരുത്തക്കേടും കൂടിയാണ്, അത് വലിയൊരു ശാപവും കൂടിയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് വിളിച്ചു പോവാൻ പോകുന്നത്? ഇപ്പൊ പലരും പറയുന്നത് ഇന്ന് രാഷ്ട്രീയക്കാരും മറ്റു പലരും ജാതിപരമായിട്ട് സംഘടിച്ചിരിക്കുന്നു, അതുണ്ടെങ്കിലേ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രമാണമായിട്ട് ഉള്ളത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാണ്.
ആ ഗുരു എന്തു പറഞ്ഞു അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് നമുക്ക് പാലിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഗുരുവിന്റെ പേരും പറയരുത്, നമ്മൾ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഈ ശുചിത്വം മുതലായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവര് പാലിച്ചിരിക്കണം. കാരണം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുക എന്നുള്ളത് വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. പക്ഷെ അവസാന നിമിഷം വരെ ഗുരു എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക്, ഗുരുവിനത് ആവശ്യമില്ല. ഇപ്പൊ ശ്രീകൃഷ്ണൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ കൃഷ്ണൻ പലപ്പോഴും പല സ്ഥലത്തും അങ്ങനെ ബുദ്ധിഭേദം ഉണ്ടാക്കാതെ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ ജ്ഞാനികളായിട്ടുള്ള എല്ലാവരും ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ കാര്യമാണ് ഇവിടെ ഗുരു സൂചിപ്പിക്കുന്നത്. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുൻപിൽ, മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന്. ആ രീതിയിൽ ആയിരിക്കണം അവരുടെ ശ്രദ്ധ ഉണ്ടാകേണ്ടത് എന്ന് ഗുരു പറയുകയാണ്. അപ്പൊ ഇതിനകത്തുള്ള ശമാധി ഷഡ്ക സമ്പത്തിയും അതുപോലെ ശൗചാചാരങ്ങളും ഒക്കെ വീണ്ടും പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അത് പറയാത്തത്. പല സന്ദർഭങ്ങളിലും നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയോ ന കുപ്യതേ ജാതു ഭർസയന്തം ന ഭർസയേത് സസ്നേഹം പ്രതിഭാഷേത പ്രകാമം എതിരാത്മവാൻ. ആത്മവാൻ യതി, ആത്മജ്ഞാനിയായിട്ടുള്ള ആ യതി ജാതു ഒരിക്കലും കുപ്യതേന കുപ്യാത് കോപിഷ്ഠനോട് കോപിക്കരുത്. ഭർസയന്തം ഭർസിക്കുന്നവന്, വഴക്ക് പറയുന്നവനെ ന ഭർസയേത് അവനെ വഴക്ക് പറയരുത്. സസ്നേഹം സ്നേഹത്തോടുകൂടി പ്രകാമം നല്ലതുപോലെ ഭാഷേത അവരോട് നല്ല രീതിയിൽ സംസാരിക്കണം. അപ്പോ ഇവിടെ ജ്ഞാനിയായിട്ടുള്ള ഒരു യതി അങ്ങനെ ദേഷ്യപ്പെടുന്നവനോട് ദേഷ്യപ്പെടില്ല എങ്കിലും ഇവിടെ ഗുരു പറയുകയാണ് ദേഷ്യപ്പെടുന്നവനോട് ദേഷ്യപ്പെടരുത്. അതുപോലെ ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നവന് നമ്മൾ അങ്ങോട്ട് ചീത്ത വിളിക്കരുത്. ഇതൊക്കെ അവരോട് സ്നേഹത്തോടു കൂടി തന്നെ വേണം സംസാരിക്കാൻ. ഗുരുവിന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും. ഗുരു ആരോടും ദേഷ്യപ്പെട്ടതായിട്ട് നമ്മുടെ ചരിത്രത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു കുഞ്ഞു കുട്ടി സംസാരിക്കുമ്പോഴും വലിയ ആള് സംസാരിക്കുമ്പോഴും അറിവില്ലാത്തവർ സംസാരിക്കുമ്പോഴും ഒക്കെ എത്ര സ്നേഹത്തോടു കൂടിയാണ്, എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഗുരു അവരുടെയൊക്കെ ഭാഷണങ്ങൾ കേട്ടിട്ടുള്ളത്. തന്നെയല്ല അങ്ങോട്ട് സംസാരിക്കുന്നത് വളരെ ശാന്തമായിട്ടാണ്. അത് അവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടും കൂടിയാണ്. ഗുരുവിന്റെ അടുത്ത് പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രതിഷ്ഠിക്കുവാൻ അധികാരമുണ്ടോ എന്ന് വലിയ രീതിയിൽ ചോദ്യങ്ങൾ വന്നപ്പോൾ ഗുരു എത്ര സൗമ്യമായിട്ടാണ് അതിന് മറുപടി കൊടുത്തത്. അതുപോലെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ജാതിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുമ്പോഴും എത്ര ശാന്തമായി, എത്ര ഉൾക്കാഴ്ചയോടുകൂടി ആണ് ഗുരു കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകുമെന്നുള്ള ഒരു പ്രത്യുത്തരം. എത്ര ഗംഭീരമായിട്ടുള്ള ഒരു വിപ്ലവം, ആന്തരികമായിട്ടുള്ളൊരു വിപ്ലവമാണ്, അറിവിന്റെ തലത്തിലുള്ളൊരു വിപ്ലവമാണ്. നമുക്കൊക്കെ അങ്ങനെ പറയുവാനും ചിന്തിക്കുവാനും ഒക്കെ ഇനി എത്രയോ കാലങ്ങളെടുക്കും. ഇപ്പൊ നമുക്ക് ചെറിയൊരു കാര്യം കേട്ടാൽ പോലും അതിനെ ശരിയായ രീതിയിൽ കേൾക്കാതെ അതിനു മുൻപ് തന്നെ നമ്മൾ പ്രതികരിക്കും. ആ രീതി പ്രത്യേകിച്ച് സന്യാസമാർഗത്തിൽ പോകുന്നവർക്ക് നല്ലതല്ല എന്ന് പറയുകയാണ്. നമ്മൾ നോക്കുക, നമുക്ക് എത്രമാത്രം നമ്മുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ മാത്രമേ ഈ കോപവും താപവുമെല്ലാം നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതിനുള്ള ഒരു ശ്രമം എല്ലാവർക്കും നടത്തുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ബാക്കി നമുക്ക് നാളെ.
സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.